നമസ്കാരം. ഈ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന വ്യക്തി ആരാ ശരിക്കും? സൗദി അറേബ്യയിൽ ഒരു കൊലപാതകം ചെയ്ത ആളാണ്. പിന്നെ നാട്ടുകാരുടെ കാരുണ്യം കൊണ്ട് പണപ്പിരിവൊക്കെ നടത്തി അങ്ങേരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. 35 കോടി രൂപ മുടക്കി അങ്ങേരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. ഒക്കെ നല്ല കാര്യം. കുഴപ്പമൊന്നും എനിക്ക് അങ്ങനെയുള്ള കുഴപ്പമൊന്നും പറയാനില്ല. നാട്ടുകാരുടെ കാരുണ്യം കൊണ്ട് പുള്ളി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകത്തെങ്കിൽ പോരട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ സൗദി അറേബ്യയിൽ ഇങ്ങനൊരു നിയമമുണ്ട്. വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ വീട്ടുകാർ നമ്മൾ ബ്ലഡ് മണി കൊടുത്താൽ വീട്ടുകാർ സമ്മതമാണെങ്കിൽ നമ്മുടെ ബ്ലഡ് മണി സ്വീകരിച്ച് അവർ നമ്മളെ മാപ്പ് തരാനുള്ള ഒരു നിയമം സൗദി അറേബ്യയിലുണ്ട്. ഞാനും 18 വർഷം സൗദി അറേബ്യയിൽ ജോലി ചെയ്ത ഒരാളാണ്. ആട്ടെ, എല്ലാം ആയിക്കോട്ടെ, കുഴപ്പമില്ല. അത് അവിടുത്തെ നിയമം അങ്ങനെ ആണെങ്കിൽ ആയിക്കോട്ടെ. നമ്മുടെ നാട്ടുകാരുടെ കാശും കൊണ്ട് രക്ഷപ്പെട്ട് വരികയും ചെയ്തു. അല്ല, ഈ നാട്ടിൽ വന്നിട്ട് എന്തിനാ ഇതിന് മാത്രം സ്വീകരണങ്ങൾ? അല്ല, ഇങ്ങനാരാ? ഒരു കൊലയാളിക്ക് ഇത്ര സ്വീകരണം കൊടുക്കേണ്ട കാര്യം നമ്മുടെ നാട്ടുകാർക്ക് എന്താണുള്ളതെന്നുള്ള എനിക്ക് മനസ്സിലാകാത്തത്. ഇങ്ങനെ എന്താ വല്ല രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് വല്ല ശത്രുരാജ്യത്തു നിന്ന് വരുവാണോ ഇങ്ങോട്ട്? തടവറയിലും കടന്ന് ഇങ്ങോട്ട് വരുന്ന ആളാ? നമ്മുടെയൊക്കെ മനുഷ്യർക്ക് എന്താ ഒരു ഇതില്ലാത്ത? ഒരു കൊലയാളി ഇത്രത്തോളം സ്വീകരിക്കേണ്ട കാര്യം? കൊലയാളി തന്നെയാണ്, ഒരു ക്രിമിനൽ തന്നെയാണ്. പക്ഷേ നിയമാനുസരണമായി രക്ഷപ്പെട്ടു വന്നു. അത് അവിടുത്തെ നിയമം അങ്ങനെ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു വന്നു എന്ന് കരുതി ഇങ്ങനെ സ്വീകരിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അത് ജനങ്ങൾ മനസ്സിലാക്കാതെ അങ്ങനെ ഒരു കൊലയാളിയെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കരുത്. ഇതൊക്കെ മറ്റുള്ളവർ കൂടെ പ്രചോദനം കൊടുക്കുകയാണ് എല്ലാവരും. പുള്ളിയുടെ കയ്യിൽ നിന്നൊന്നും അല്ലല്ലോ കാശ് കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി വന്നേ. നാട്ടുകാരുടെ കാശല്ലേ, നാട്ടുകാർ പിരിവെടുത്ത് കൊടുത്ത കാശല്ലേ. അതുകൊണ്ട് അവിടെ ഒരു ക്രിമിനലായിട്ട് തന്നെ വന്ന സ്ഥിതിക്ക് അങ്ങനെ തന്നെ കണ്ടാൽ മതി ആൾക്കാർ. എന്ന് കരുതി പുള്ളിയെ ഉപദ്രവിക്കണമെന്നൊന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു എവിടെയെങ്കിലും ഒതുങ്ങി പോയി അങ്ങ് ജീവിക്കുക, അതാണ് നല്ലത്.